ഹേ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്നിരിക്കുന്ന മൂവി 2014 പുറത്തിറങ്ങിയ ലെറ്റ് അസ് പ്രേ എന്ന് പറഞ്ഞിട്ട് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ് നമ്മളിന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നാട് ഏതാണ്, വീട് ഏതാണ്, അയാളുടെ ഐഡന്റിറ്റി എന്താണ് എന്ന് പോലും അറിയാത്ത ഒരാളെ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുന്നു. അതിനുശേഷം ആ ഒരു സ്റ്റേഷനിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നു. ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആ ഒരാള് അതാരാണ് എന്നെല്ലാം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞു പോകുന്ന ഒരു സ്റ്റോറിയാണ്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെയും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ മറക്കാതെ നമ്മുടെ ഈ ഒരു ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അപ്പോൾ കൂടുതലായിട്ടും പറഞ്ഞ സമയം കളയുന്നില്ല, നമുക്ക് എന്തായാലും നേരെ സ്റ്റോറിയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ഈ മൂവിയുടെ സ്റ്റാർട്ടിങ് സീനിലെ ഒരു വലിയ കടൽ തീരമാണ് കാണിക്കുന്നത്. അതുപോലെ കടലിലാണെങ്കിൽ നല്ല വലിയ തിരമാലകൾ അടിക്കുന്നുണ്ട്. അതേസമയം കാണിക്കുമ്പോൾ ആ ഒരു തിരമാലയിൽ നിന്നും ഏതോ ഒരാള് രണ്ട് പാറക്കെട്ടുകളുടെ ഇടയിലേക്ക് വന്ന് ആ ഒരു പാറയുടെ മുകളിലേക്ക് കയറി നിൽക്കുന്നതും അയാളുടെ ചുറ്റിനുമായിട്ടും ആയിരക്കണക്കിന് കാക്കകൾ അങ്ങനെ പറക്കുന്നു. അത് മാത്രമല്ല, അവൻ എവിടെയൊക്കെ പോകുന്നുണ്ടോ അവിടെയെല്ലാം ആ ഒരു കാക്കകൾ അയാളെ ഫോളോ ചെയ്യാണ്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത സീനിലെ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിനെ കാണിക്കുകയാണ്. ഹീറോയിൻ ആണെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് കുട്ടിക്കാലത്ത് അവൾക്ക് നടന്ന ഒരുപാട് കാര്യങ്ങളെ പറ്റി ഈ സ്വപ്നങ്ങളെല്ലാം കണ്ടിട്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റിട്ട് അവളുടെ ആ ഒരു തലയുടെ അടിയിൽ നോക്കുമ്പോൾ ഒരു കാക്ക തൂവൽ ഇങ്ങനെ കിടക്കുന്നു. അപ്പോൾ നമ്മുടെ ഹീറോയിന്റെ പേര് റേച്ചൽ എന്നാണ്. അങ്ങനെ റേച്ചലിന് ഈ ഒരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് പോലീസ് യൂണിഫോം എല്ലാം എടുത്തിട്ട് ഇങ്ങനെ പോകുന്നു. എന്താണെന്ന് വെച്ചാൽ അവൾ ഈ ഒരു സിറ്റിയിലെ ഒരു പോലീസുകാരിയാണ്. അങ്ങനെ അവൾ അവിടെ നിന്ന് പോകുന്നതും ആരോ ഒരാള് അവൾ പോകുന്നത് നോക്കി നിൽക്കുന്ന പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് മറ്റൊരുത്തിനാണ് കാണിക്കുന്നത്. അവനാണെങ്കിൽ ഇപ്പോൾ കാർ ഓടിക്കുന്നു, അതും നിയന്ത്രണമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ഓടിക്കുന്ന സമയത്ത് നമ്മുടെ റേച്ചലാണെങ്കിൽ ആ സിറ്റിയിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്താണ് മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരാളുണ്ടല്ലോ അയാൾ റോഡിൽ നിൽക്കുന്നത് അവൾ കാണുന്നത്. അപ്പോൾ റേച്ചൽ നോക്കും, ഇതാരെ ഈ ഒരു രാത്രിയിൽ ഒറ്റയ്ക്ക് റോഡിൽ വന്ന് നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ അവളിങ്ങനെ നോക്കുന്നതും നേരത്തെ ഒരു പയ്യൻ കാർ ഓടിച്ചുകൊണ്ട് വന്നല്ലോ, അവനാണെങ്കിൽ നല്ല സ്പീഡിന് ഇയാളെ ഇടിക്കാനായിട്ട് ഇങ്ങനെ വരികയാണ്. അങ്ങനെ കാണിക്കുമ്പോൾ അവൻ നേരെ കാർ കൊണ്ടുവന്നിട്ട് അയാളെ ഒരു ഒറ്റയിടി. റേച്ചലാണെങ്കിലും പെട്ടെന്ന് എന്ത് സംഭവിച്ചെന്നറിയാതെ ഓടി മുന്നിലേക്ക് വരുമ്പോഴത്തേക്കും ആ ഒരു കാറിന്റെ മുന്നിൽ രക്തം പറ്റിയിരിപ്പുണ്ട്. പക്ഷേ ഇടിച്ച ആ ഒരാളെ അവിടെ കാണാനില്ല. അപ്പോഴീ റേച്ചല് അവനോട് ചോദിക്കും, ഡേയ് അവൻ എവിടെയാന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും എനിക്കറിയത്തില്ല മേഡം എന്ന് പറഞ്ഞിട്ട് അവനിങ്ങനെ ചിരിച്ചുകൊണ്ട് മറുപടി പറയുന്നതും ഇതെല്ലാം കേട്ട് നമ്മുടെ റേച്ചൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവനെ അറസ്റ്റ് ചെയ്ത് നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാണ്. അങ്ങനെ അവനെ കൊണ്ടുപോകുന്നതും അവിടെയുള്ള ഒരു പോസ്റ്ററുകളിൽ കാണിക്കുമ്പോൾ ഒരുപാട് പേര് മിസ്സിംഗ് എന്ന് പറഞ്ഞിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്. അങ്ങനെ റേച്ചലാണെങ്കിലും അവനെ നേരെ സ്റ്റേഷനിലേക്ക് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കാണ് ഒരുത്തൻ അതിനകത്ത് നിന്ന് ഇറങ്ങി വരുന്നു. അവനെ കാണുമ്പോൾ തന്നെ നമുക്ക് നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അവൻ വന്നിട്ട്, ഓ ഇവനോ, ഇവ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ റാഷ് ഡ്രൈവ് ചെയ്തിട്ട് സ്റ്റേഷനിലേക്ക് വരാറുണ്ട്, അവനെന്തായാലും നമുക്ക് മാക്ക് എന്ന് വിളിക്കാം. അങ്ങനെ ഈ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് വന്നിട്ട് സംസാരിച്ച് അവന്റെ വയറിലേക്ക് ഒരു ഒറ്റയിടി. എന്നിട്ട് അവനെ വിളിച്ചോണ്ട് പോയി അവന്റെ പേരെന്താണ്, അഡ്രസ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം എഴുതിയെടുത്ത് ഒരു കംപ്ലൈന്റ് ഇങ്ങനെ ഫയൽ ചെയ്യുന്നതും അവൻ ചോദിക്കുന്നുണ്ട്, സാർ ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, പിന്നെ എന്തിനാ എന്നെ ജയിലിൽ അടയ്ക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നീ ഒരാളെ കൊണ്ട് കാർ അടിച്ചില്ലേ അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ പക്ഷെ അയാളുടെ ശരീരം കിട്ടിയില്ലല്ലോ, അതൊന്നും നീ അന്വേഷിക്കേണ്ട കാര്യമില്ല, അതെല്ലാം ഞങ്ങൾ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളാം, മര്യാദയ്ക്ക് ഇതേ ഈ ഒരു ഡ്രസ്സ് ഇടെന്നും പറഞ്ഞ് അവനെ ഡ്രസ്സ് കൊടുക്കുന്നതും അതേസമയം തന്നെ മറ്റൊരിടത്ത് വേറെ രണ്ട് പോലീസുകാരെ കാണിക്കുകയാണ്. പക്ഷെ പോലീസുകാരാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടവന്മാരും കൂടി ചേർന്നിട്ട് ഒരു പെണ്ണുമായിട്ട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരിക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും പെട്ടെന്ന് ഇവരെ വിളിച്ചിട്ട്, ഹേയ് നല്ല ഹൈറ്റുള്ള താടിയൊക്കെ വെച്ചിട്ട് ആക്സിഡന്റ് പറ്റി ആരെങ്കിലും ഒരാളെ നിങ്ങൾ പോകുന്ന വഴി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ആ ഒരു ചീഫ് ഉണ്ടല്ലോ മാക്ക് എന്ന് പറഞ്ഞിട്ട് അയാളെ കാണിക്കുമ്പോൾ ആ ഒരു ടീനേജ് പയ്യൻ ഡ്രസ്സ് മാറ്റുന്നത് ഒരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എന്നിട്ട് മാക്ക് റേച്ചലിനോട് പറയും, ഹേയ് അതൊന്നും എന്തായാലും വലിയ കാര്യമാക്കണ്ട, ഇടിച്ച ആളെ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് അവള് പറയും, ഇല്ല സാർ പിന്നെ ഇങ്ങനെ കാറിന്റെ മുന്നിൽ രക്തം കണ്ടത് എന്ന് പറയുമ്പോഴത്തേക്കാണ് ഒരു ട്വിസ്റ്റ്. ഈ ഒരു ചെറുപ്പക്കാരൻ കാർ ഓടിച്ചുകൊണ്ട് വരുന്ന സമയത്ത് ഒരു പെണ്ണിനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് ഈ ഒരു വഴിക്ക് വന്നത്, അതുകൊണ്ടാണ് കാറിന്റെ മുന്നിൽ രക്തം കണ്ടിരുന്നത്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ആ ഒരു ചെറുപ്പക്കാരനെ നേരെ ഈ സെല്ലിൽ അടയ്ക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴത്തേക്കും അവന്റെ ഓപ്പോസിറ്റ് സെല്ലിൽ കാണുമ്പോഴത്തേക്കും ഒരു പാവത്തിനെ പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ അവനാണെങ്കിൽ എല്ലാ ദിവസവും അവന്റെ ഭാര്യയെ ഉപദ്രവിക്കും. അത് കാരണം ആ ഒരു ഭാര്യ കംപ്ലൈന്റ് കൊടുത്തിട്ടാണ് ഇവൻ അറസ്റ്റ് ചെയ്ത് ഇവിടേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. അങ്ങനെ അവനെ സെല്ലിൽ അടച്ചിട്ട് രണ്ടുപേരും വെളിയിലേക്ക് വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്കാണ് പെട്രോളിങ്ങിന് പോയ രണ്ട് പോലീസുകാരുണ്ടല്ലോ അവരെന്താ ചെയ്യുന്നത് എന്തായാലും ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളുണ്ടല്ലോ അയാൾ പെട്ടെന്ന് ഈ ഒരു സ്റ്റേഷനകത്തേക്ക് കയറി വരുന്നു. അപ്പോഴാണ് കാണിക്കുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് വന്ന പോലീസുകാരാണ് അവനെ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഹീറോയിൻ ചോദിക്കും, ഹേയ് ഇതാണോ ഞാൻ പറഞ്ഞ ആളെന്ന് ചോദിക്കുമ്പോൾ ആയിരിക്കും മാഡം എന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൊണ്ടിരുത്തുമ്പോൾ നമ്മുടെ ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് വന്നിട്ട്, ഹേയ് സാർ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ഓക്കെ അല്ലേ എന്നെല്ലാം പറഞ്ഞ് അവൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഹീറോയിൻ പെട്ടെന്ന് എന്തോ ഒരു കാര്യം കാണുന്നു. അതുപോലെ അവൾക്ക് എന്തോ ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്നതും ആ ഒരു ചീഫ് പെട്ടെന്ന് വന്നിട്ട് പറയും, അയാൾക്ക് നല്ല രീതിയിൽ പരിക്ക് പറ്റിയിട്ടുണ്ടല്ലേ, ശരി എത്രയും പെട്ടെന്ന് ഒരു ഡോക്ടറിനെ വിളിച്ച് ഇവിടേക്ക് കൊണ്ടുപോവാ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഡോക്ടറിനെ വിളിക്കുകയാണ്. അതേസമയം മാക്ക് അടുത്തേക്ക് വന്നിട്ട്, ഹേയ് നിങ്ങളുടെ പേരെന്താന്ന് ഒരു തവണ കൂടി ചോദിക്കുമ്പോൾ അവൻ അപ്പോഴും മിണ്ടാതെ തന്നെ ഇരിക്കുകയാണ്. അതുമല്ല അവനാണെങ്കിലേ നമ്മുടെ റേച്ചലിനെ മാത്രം ശ്രദ്ധിച്ച് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇവരെല്ലാം ചോദിക്കും, ഹേയ്
ഇന്നലെ ഇവൻ ആദ്യമായിട്ട് സ്റ്റേഷനിലേക്ക് വന്നേ, പിന്നെ ഇത് ഇങ്ങനെയെല്ലാം കാണിക്കുന്നേ ഇതെല്ലാം ചോദിക്കുന്നതും. കുറച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ റേച്ചൽ വിളിച്ച ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ, അയാൾ ഇവിടേക്ക് വന്നിട്ട് ഇയാളുടെ മുറിവിനെല്ലാം മരുന്നെല്ലാം വെച്ചു കൊടുക്കും. അപ്പോഴേക്കും മാക്ക് ചീഫ് ഉണ്ടല്ലോ, അവൻ ഈ ഡോക്ടറിനോട് ചോദിക്കും, അല്ല ഇവൻ വന്ന സമയം മുതലേ മിണ്ടാതിരിക്കാണ്, ഇനിയിപ്പോൾ ഇവൻ ആക്സിഡന്റ് പറ്റിയത് കൊണ്ടാണോ അങ്ങനെ മിണ്ടാതിരിക്കുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോൾ ഡോക്ടർ പറയും, ഹേയ് അങ്ങനെയൊന്നുമില്ല, ഇവനെ കണ്ടാലേ സംസാരിക്കാൻ കഴിയുന്ന ഒരാളെ പോലെ തന്നെയാണ്, പക്ഷെ മനഃപൂർവ്വം അവൻ സംസാരിക്കാതിരിക്കുന്നതാണ്. അപ്പോഴേക്കും ആ ഒരു പോലീസുകാരാണെങ്കിൽ നേരത്തെ തന്നെ ഇവനെ ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും ഇവന്റെ കയ്യിൽ പേഴ്സില്ല, ID കാർഡില്ല, ഇങ്ങനെ ഇവൻ ആരാണെന്ന് തിരിച്ചറിയാനുള്ള ഒരു രേഖകളും അവർക്ക് കിട്ടിയിട്ടില്ല. ആകെ കിട്ടിയതോ ഒരു ഡയറി മാത്രം, അതിലാണെങ്കിൽ ഒരുപാട് പേരുടെ പേരും പിന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സിമ്പലുകളും. അപ്പോൾ ഡോക്ടർ ആയാലും പെട്ടെന്ന് ചോദിക്കുന്നുണ്ട്, ഹേയ് ആരാ നീ എന്നെ ചോദിക്കുന്നതും. അവന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു ഡോക്ടറും പല കാര്യങ്ങളും ഇങ്ങനെ കാണാൻ തുടങ്ങും. അത് കാണുന്നതും എന്ത് സംഭവിച്ചെന്നറിയത്തില്ല, ഡോക്ടറിന്റെ കയ്യിലിരുന്ന ആ ഒരു കത്രിക വെച്ചിട്ട് ഇയാളുടെ കഴുത്തിലേക്ക് കുത്താനായിട്ട് വരികയാണ്. അപ്പൊ പോലീസുകാരെല്ലാം വന്നിട്ട് ആ ഡോക്ടറിനെ പിടിക്കുമ്പോൾ ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൻ എല്ലാ കാര്യങ്ങളും അറിയാം, ഒന്നും അറിയാത്തതുപോലെ ഇരിക്കുകയാണ്, അവനെ കൊന്നേ പറ്റുള്ളൂ എന്നല്ല ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴേക്കും പോലീസുകാരാണെങ്കിൽ ആ ഒരു ഡോക്ടർ കുറച്ച് വയലന്റ് ആയതുകൊണ്ട് ഡോക്ടറിനെ പിടിച്ചിട്ട് താഴെയുള്ള ഒരു സെല്ലിൽ കൊണ്ട് അടച്ചിടാണ്. അവിടെ ആൾറെഡി 2 പേരുണ്ട്, അവരോടൊപ്പം തന്നെ മറ്റൊരു സെല്ലിങ്ങനെ അടച്ചിടും. അത് കഴിഞ്ഞ് മുകളിലേക്ക് വന്നിട്ട് ഇവന്റെ ഉണ്ടല്ലോ ഇവിടെ ഇരിക്കുന്ന ഒരാള്, അയാളുടെ ഫിംഗർ പ്രിന്റ് വെച്ചിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ കഴിയുമെന്നറിയാൻ വേണ്ടി ഫിംഗർ പ്രിന്റിലെടുത്ത് നോക്കുമ്പോഴത്തേക്കും അയാളുടെ കയ്യിൽ എന്തോ ഒട്ടിപ്പിടിച്ചിരിക്കുന്നത് പോലെ ആ ഒരു കൈയെടുത്ത് ഇങ്ങനെ നോക്കുമ്പോൾ അതേപോലെ തന്നെയാണ് ഉള്ളിലിരിക്കുന്ന ഈ ഒരു ഡോക്ടർ ഉണ്ടല്ലോ അയാളും ചെയ്യുന്നത്. അതേസമയം തന്നെ ആ ഒരു പയ്യൻ ആക്സിഡന്റ് ചെയ്ത ആ ഒരു കാറുണ്ടല്ലോ, ആ ഒരു കാറിൽ കാണിക്കുമ്പോൾ അതിന് മുകളിൽ ഒരുപാട് കാക്കകൾ വന്നിരിക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവന്റെ ഒരു ഫിംഗർ പ്രിന്റ് എല്ലാം വെച്ചിട്ട് ഇവർ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ഇവിടെ ഇരിക്കുന്ന ആളുടെ പേര് അലക്സാണ്ടർ ആണെന്ന് ഇവർ മനസ്സിലാകും. പക്ഷേ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അലക്സാണ്ടർ എന്ന് പറഞ്ഞ ആള് 1987 തന്നെ ഒരു ഫയർ ആക്സിഡന്റിൽ മരിച്ചുപോയി. ഒരുപക്ഷെ അയാൾ മരിക്കാതെ ഇപ്പൊ ജീവിക്കുകയാണെങ്കിൽ ഏകദേശം 79 വയസ്സെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇവരുടെ ഓപ്പോസിറ്റിലിരിക്കുന്ന ആളാണെങ്കിൽ വലിയ പ്രായമൊന്നും ആയിട്ടില്ല, അതുമല്ല നല്ല ആരോഗ്യവാനായിട്ട് ഒരു കുഴപ്പമില്ലാതിരിക്കുകയാണ്. ഇതെങ്ങനെ സംഭവിച്ചു? മാക്ക് ചോദിക്കും, ഹേയ് നീ എന്തിനാ അവന്റെ ഐഡന്റിറ്റിയിൽ ജീവിക്കുന്നേ ഇതെല്ലാം ചോദിക്കുമ്പോൾ അവൻ അപ്പോഴും ഒന്നും മിണ്ടാതെ, സാധാരണ മിണ്ടാതിരിക്കുമല്ലോ അതുപോലെ തന്നെ ഇരിക്കുകയാണ്. അല്ല അങ്ങനെയാണെങ്കിൽ ആ ഒരു ഡോക്ടർ എന്തിനാ നിന്നെ കൊല്ലാനായിട്ട് വന്നേ എന്ന് ചോദിക്കുമ്പോഴും ഇയാൾ കറക്റ്റ് ആയിട്ടുള്ള മറുപടി പറയുന്നില്ല, എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാത്രിയോടെ എല്ലാം അവസാനിക്കും, ഈ സ്റ്റേഷനിലുള്ള എല്ലാവരും ഇല്ലാതാവും എന്ന് പറയുന്നത് ചീഫ് മാക്ക് ഇവന്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ മാക്കിന് സംഭവിച്ച പഴയ കാര്യങ്ങളെല്ലാം അവനിങ്ങനെ ഓർമ്മ വരുന്നു. എന്നിട്ട് നമ്മുടെ ഹീറോയിനോട് പറയും, ഏയ് ഇവനെ പെട്ടെന്ന് സെല്ലേക്ക് കൊണ്ടടക്കി എന്നിങ്ങനെ പറയുന്നതും ഹീറോയിൻ അവനെ വിളിച്ചിട്ട് 6ാം നമ്പർ സെല്ലുണ്ട് അതിനകത്തേക്ക് അവനെ കൊണ്ടിങ്ങനെ ഇരുത്തുന്നതും പെട്ടെന്ന് കാണിക്കുമ്പോൾ നമ്മുടെ ഹീറോയിന് എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരുന്നു, അവളുടെ കുട്ടിക്കാലത്ത് സംഭവിച്ച ഒരുപാട് കാര്യങ്ങൾ. അതെല്ലാം ആലോചിച്ചിട്ട് ഹീറോയിൻ അങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നതും ആ ഒരു സ്റ്റേഷനിലുള്ള മറ്റൊരു പോലീസുകാരി ആ ഒരു ഡോർ അടയ്ക്കാനായിട്ട് ഇങ്ങനെ വരുമ്പോഴത്തേക്കും അവൾക്കും അവൾ ചെയ്ത ഒരുപാട് തെറ്റുകൾ ഇങ്ങനെ ഓർമ്മ വരാണ്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പോലീസുകാരിയും അതേപോലെ തന്നെ മറ്റൊരു പോലീസുകാരനും കൂടി ഉണ്ടായിരുന്നല്ലോ, അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഈ ഒരു സ്റ്റേഷനിൽ വെച്ച് ഒരു പാവം പയ്യനെ ഇടിച്ചിടിച്ച് കൊല്ലാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആ ഒരു കാര്യം ഓർത്തിട്ട് അവള് പെട്ടെന്ന് ടെൻഷൻ അടിച്ച് അവള് നല്ല രീതിയിൽ കരഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പൊ ഇത് കാണുന്ന നമ്മുടെ റേച്ചലിനാണെങ്കിൽ നല്ല പേടിയുണ്ട്. എന്നിട്ട് അയാളോട് പറയും, ഇന്നൊരു രാത്രി മാത്രം നിങ്ങളിവിടെ കഴിഞ്ഞാൽ മതി, രാവിലെ തന്നെ ഇവിടെ നിന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് നേരെ മുകളിലേക്ക് വന്ന് ആ ഒരു പോലീസുകാരോട് ചോദിക്കും, ഹേയ് നിനക്ക് എന്താ പറ്റിയേ, എന്തായാലും എന്നോട് പറയുമ്പോൾ അവൾ പറയും, ഹേയ് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നതും അതിനുശേഷം കാണിക്കുമ്പോൾ ഈ സ്റ്റേഷനിലേക്ക് വന്ന ആ ഒരു ഡോക്ടറിനെ അറസ്റ്റ് ചെയ്തിട്ട് ഒരു സെല്ലാണല്ലോ ഇവർ ഇട്ടേക്കുന്നത്. ആ ഒരു കാര്യം അയാളുടെ വീട്ടിലേക്ക് വിളിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാല് റിങ് പോകുന്നുണ്ട്, പക്ഷെ ആരും ഫോൺ എടുക്കുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ചീഫ് ബാക്കി 2 പോലീസുകാരുണ്ടല്ലോ ആ ഒരു കാറിൽ വെച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്ന അവര് രണ്ടുപേരോടും പറയും, ശരി നിങ്ങൾ രണ്ടുപേരും പോയിട്ട് ആ ഒരു ഡോക്ടറിന്റെ വീട്ടിൽ നല്ലതുപോലെ ഒന്ന് അന്വേഷിക്കുക, എന്നിട്ട് അയാളുടെ ഭാര്യയോട് അയാളുടെ ഭർത്താവ് ജയിലിലാണുള്ളത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് വാ എന്നും പറഞ്ഞിട്ട് അവര് രണ്ടുപേരും പറഞ്ഞു വിട്ട് മാക്കായാലും പെട്ടെന്ന് എഴുന്നേറ്റിട്ട് എനിക്കും വീട്ടിൽ കുറച്ച് ജോലിയുണ്ട് ഞാനും പോയിട്ട് വരാമെന്നും പറഞ്ഞ് അവൻ ഹീറോയിനോട് പറഞ്ഞിട്ട് പോകാനായിട്ട് വരുമ്പോൾ ഹീറോയിൻ പറയും, സാർ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവാണോ, 4 കുറ്റവാളികളാണ് ഇപ്പോൾ ഉള്ളത്, അത് ഞാൻ ഒറ്റയ്ക്ക് മാത്രം, എനിക്ക് പേടിയാവുന്നുണ്ടെന്ന് പറയുമ്പോൾ മാക്ക് പറയും, അവരെന്താ വെളിയിൽ ചുറ്റി നടക്കുകയാണോ, എല്ലാവരും സെല്ലെല്ലാം അടച്ചേക്കുന്നേ, അവരെന്തായാലും പുറത്തു വരാൻ പോകുന്നില്ല, അതുകൊണ്ട് തനിക്ക് കുഴപ്പമൊന്നും വരത്തില്ല എന്ന് പറഞ്ഞ് അവര് 3 പേരും അവിടെ നിന്ന് അങ്ങ് പോവാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ മാത്രമേ ഉള്ളൂ സ്റ്റേഷനിൽ. അങ്ങനെ ചീഫായിട്ടുള്ള മാക്ക് ആണെങ്കിലും കാർ ഓടിച്ച് നല്ല സ്പീഡിന് വീട്ടിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മിററിലൂടെ പുറകിലേക്ക് നോക്കുമ്പോൾ ആഹാ കാണിക്കുമ്പോഴത്തേക്കും ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആളുണ്ടല്ലോ അയാളിപ്പോ ഇവന്റെ കാറിന്റെ പുറകിൽ ആ ഒരു സീറ്റിലിരിക്കുന്നു, കണ്ണെല്ലാം വെള്ള നിറത്തിലായിട്ട്. അപ്പോൾ മാക്ക് ആണെങ്കിലും പെട്ടെന്ന് പേടിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ ആരെയും കാണാനില്ല. അതേസമയം തന്നെ ആ ഒരു ചെറുപ്പക്കാരൻ ഒരു പെണ്ണെ ഇടിച്ച് തെറിപ്പിച്ചിരുന്നല്ലോ, ആ ഒരു പെണ്ണ് സത്യം പറഞ്ഞാലും മരിച്ചിട്ടില്ലായിരുന്നു. റോഡിന്റെ സൈഡിൽ മരിക്കാറായിട്ടുള്ള അവസ്ഥയിൽ ഇങ്ങനെ കിടക്കാണ്. അവളിങ്ങനെ കിടക്കുന്നത് വേറെ ആരും കണ്ടിട്ടുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇപ്പോ സ്റ്റേഷനിൽ കാണിക്കുമ്പോൾ അതിനകത്തിരിക്കുന്ന ആ ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ആള് അയാളിപ്പോ ആ ഭാര്യയെ ഉപദ്രവിച്ചിട്ട് അകത്തേക്ക് വന്നല്ലോ ഒരുത്തൻ, അവനോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്ത ആ ഒരു തെറ്റുകൾ അവനെ കൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അതുമല്ല അവൻ പ്രധാനമായിട്ട് ചെയ്ത കാര്യം എന്താണെന്ന് വെച്ചാല് തന്റെ ഭാര്യയെ വിട്ടിട്ട് മറ്റൊരു സ്ത്രീയായിട്ട് അഫെയറിലുണ്ടായി ആ ഒരു സ്ത്രീയോടൊപ്പം പോയി തന്റെ സ്വന്തം ഭാര്യയെ വീട്ടിൽ വന്ന് നല്ല രീതിയിൽ ഉപദ്രവിക്കുകയും ചെയ്യും. അതുകൊണ്ട് അത് അത്ര വലിയ തെറ്റാണ്, നീ ചെയ്ത തെറ്റല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അവൻ എന്താ ഒരു ചുമരില് വിരലുകൊണ്ട് എന്തൊക്കെ ചെയ്യുന്നുണ്ട്.
അപ്പോഴേക്കും ആ ഒരു ഭാര്യ അടിച്ചവനുണ്ടല്ലോ അവൻ്റെ വായിൽ നിന്ന് ഒരു പല്ലിളകി വീഴുന്നു. അതേസമയം നമ്മുടെ റേച്ചലാണെങ്കിൽ അയാൾ കൊണ്ടുവന്ന ആ ഒരു ഡയറി എടുത്തിട്ട് അതിലെ പേരുകളെല്ലാം വായിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ഇവരുടെ സ്റ്റേഷനിൽ പിടിച്ചിട്ടുള്ള ക്രിമിനൽസ് ഉണ്ടല്ലോ അവരുടെ പേരുമായിട്ട് നല്ല രീതിയിൽ മാച്ച് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ ഒരു സെല്ലിൽ കാണിക്കുമ്പോൾ ആ ഒരു താടിക്കാരൻ ആളുണ്ടല്ലോ അയാൾക്കിപ്പോൾ എന്തോ ഒരു ശക്തി ഉള്ളതുപോലെ പെട്ടെന്ന് അടുത്ത സെല്ലിലെ ആ ഭാര്യനെ ഉപദ്രവിക്കുന്ന അവനെ കൺട്രോൾ ചെയ്യുന്നതും അവനാണെങ്കിൽ സ്വയം തൻ്റെ തല കൊണ്ട് ആ ഒരു ജയിൽ കമ്പിയിൽ അങ്ങനെ കൊണ്ടിരിക്കുകയാണ്. അത് കാരണം പെട്ടെന്ന് അലാറം അടിക്കുന്നതും റേച്ചൽ പെട്ടെന്ന് താഴേക്ക് വന്ന് ഹേയ് നിങ്ങൾ എന്താ ഈ കാണിക്കുന്നതെല്ലാം പറഞ്ഞ് ആ ഒരു സെല്ല് തുറക്കുന്നതും അവൻ പെട്ടെന്ന് വെളിയിലേക്ക് ഇറങ്ങി വന്ന് ഇവിടെ തള്ളി മാറ്റി താഴേക്ക് വന്ന് വീഴാണ്. നല്ല രീതിയിൽ തലയെല്ലാം മുറിഞ്ഞത് കൊണ്ട് മരിക്കാറായിട്ടുള്ള ഒരു അവസ്ഥയായി. അപ്പോഴേക്കും ആ ഒരു ഡോക്ടർ പെട്ടെന്ന് ഹീറോയിനെ നോക്കിയിട്ട് പറയും ഹേയ് അവനിപ്പോൾ സഹായം വേണം, അതുകൊണ്ട് എൻ്റെ സെല്ല് തുറന്നാ എന്നിങ്ങനെ പറയുമ്പോൾ റേച്ചൽ പറയും ഹേയ് ഒരിക്കലും പറ്റത്തില്ല, അത് ശരിയാവത്തില്ല എന്ന് പറയുമ്പോൾ ആ ഡോക്ടർ പറയും ഓ അങ്ങനെയാണെങ്കിൽ അവൻ അവിടെ കിടന്ന് മരിക്കട്ടെ എന്ന്. അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നതും വേറെ വഴിയില്ലാതെ ഇപ്പോൾ നമ്മുടെ റേച്ചൽ ആ ഒരു ഡോക്ടറെ തുറന്നു വിടുകയാണ്. അങ്ങനെ ഡോക്ടർ വന്നിട്ട് ഇയാൾക്ക് CPR എല്ലാം കൊടുത്ത് ഒരു വിധത്തിൽ അയാളുടെ കണ്ണ് തുറക്കുന്നതും അയാൾ പെട്ടെന്ന് കണ്ണ് തുറന്ന് ആ ഒരു സെല്ലിലുള്ള താടിക്കാരനുണ്ടല്ലോ അയാളെ നോക്കിയിട്ടാണ് പറയുന്നത് നിങ്ങൾ ആരാണെന്ന് എനിക്കറിയാം, ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് അയാൾ മരിച്ചു പോവാണ്. അതേസമയം ഈ ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് 2 പോലീസുകാർ ചെന്നല്ലോ. അങ്ങനെ അവർ രണ്ടുപേരും വീടിനകത്തേക്ക് ചെന്ന് ആളില്ലാത്തതുകൊണ്ട് അകത്തേക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡോക്ടറിൻ്റെ മകളാണെങ്കിൽ ശരീരം മുഴുവൻ രക്തം പോയിട്ട് തൂങ്ങി നിൽക്കുന്നതാണ് കാണുന്നത്. അതേസമയം ചീഫായിട്ടുള്ള മാക്കിൻ്റെ വീട്ടിൽ കാണിക്കുമ്പോൾ അവനാണെങ്കിൽ ഒരു ഒന്നൊന്നര സൈക്കോ എന്താണെന്ന് കാണിക്കുമ്പോൾ ഇവന് കൂടുതലും ബോയ്സിനോടാണ് താല്പര്യം. അതുകൊണ്ട് പയ്യന്മാരെല്ലാം വീട്ടിലേക്ക് വിളിച്ചു വരുത്തി അവരോട് കുറച്ച് റൊമാൻറ്റിക് ആയിട്ടിരുന്ന് അത് കഴിഞ്ഞ് ഇവരെല്ലാവരെയും ഇടിച്ചിടിച്ച് കൊല്ലുകയാണ് അവൻ ചെയ്യുന്നത്. എന്നിട്ട് അവരുടെ ശരീരം വെട്ടി പീസാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ചും വെക്കുന്നു. അതുമല്ല ബാക്കി വന്ന കൈയും കാലൊക്കെ അതെല്ലാം കവറിലാക്കിയിട്ട് ഈ വേസ്റ്റ് മാറ്റി വെക്കുന്നത് പോലെ ഒരു റൂമിലേക്ക് ഇങ്ങനെ മാറ്റി വെക്കുകയാണ്. അതേസമയം നമ്മുടെ ഹീറോയിനും ആ ഒരു ഡോക്ടറും കൂടി ചേർന്നിട്ട് മരിച്ചു പോയ അവൻ്റെ ശരീരം എടുത്ത് മുകളിലേക്ക് വരികയാണ്. മുകളിലേക്ക് വരുമ്പോഴത്തേക്കാണ് ആ ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പോയ 2 പോലീസുകാർ ഇപ്പോൾ ഹീറോയിനെ വിളിച്ചിട്ട് പറയുന്നത് ഹേയ് ആ ഒരു ഡോക്ടർ അയാൾ ഒരു കാരണവശാലും പുറത്തേക്ക് വിടരുത്, അവരൊരു മനുഷ്യനെയല്ല, കാരണം അവൻ്റെ വീട്ടിലെ എല്ലാവരെയും കൊന്നതിന് ശേഷമാണ് നമ്മുടെ സ്റ്റേഷനിലേക്ക് തന്നെ വന്നിട്ടുള്ളത്, അതുപോലെയുള്ള സൈക്കോണെന്നല്ല ഇങ്ങനെ പറയുന്നതും ആഹാ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ അവനെ പുറത്ത് കൊണ്ട് വരികയും ചെയ്തു. അതുപോലെ ആ ഒരു ഡോക്ടർ ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ അയാളുടെ സ്വന്തം മകൻ്റെ തല ഈ ഇളനീരെല്ലാം വെട്ടുന്നത് പോലെ വെട്ടിവെച്ചിട്ട് അതിനകത്ത് എന്തൊക്കെയോ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു കാരണവശാലും അവൻ്റെ അടുത്തേക്ക് പോകരുത് എന്നെല്ലാം ഇവിടെ പറയുമ്പോഴത്തേക്കും എല്ലാം കഴിഞ്ഞത് കാണുന്നത് നമുക്കറിയാം. അപ്പോഴേക്കും ആ ഒരു സൈക്കോ ഡോക്ടർ പുറകിലേക്ക് വന്നിട്ട് ഓ അപ്പോൾ എല്ലാം മനസ്സിലായില്ലേ, ശരി ഇനിയിപ്പോൾ എന്താ താമസിക്കുന്നേ ബാ ഫൈറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ഇപ്പോൾ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഫൈറ്റ് ചെയ്ത അവസാനം നമ്മുടെ ഹീറോയിൻ അവനെ അടിച്ച് താഴേക്കിട്ട് അവൻ്റെ കയ്യിൽ വിലങ്ങും വയ്ക്കുകയാണ്. അതേസമയം ചീഫായിട്ടുള്ള മാക്ക് ഉണ്ടല്ലോ അവൻ വീട്ടിൽ നിൽക്കുന്ന സമയത്ത് വീണ്ടും ആ ഒരു താടിക്കാരൻ അവൻ്റെ മുന്നിലേക്ക് ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അവനിങ്ങനെ പേടിപ്പിക്കുകയാണ്. ഇവിടെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ ആ ഒരു ഡോക്ടറിനെ പിടിച്ച് വീണ്ടും സെല്ലിലേക്ക് കൊണ്ടിടുന്നതും ഇപ്പോൾ ആ ഒരു സെല്ലിനകത്തുള്ള സ്ട്രേഞ്ചർ ഉണ്ടല്ലോ താടിക്കാരൻ അയാളിപ്പോൾ ഹീറോയിനെ അടുത്തേക്ക് വിളിച്ചിട്ട് അവളുടെ പഴയ കാര്യങ്ങളെപ്പറ്റി വീണ്ടും അവളോട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴേക്കാണ് നമ്മുടെ റീച്ചലിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ സ്വന്തം മകളെന്ന് പോലും നോക്കാതെ റീച്ചലിൻ്റെ അച്ഛൻ അവളെ റേപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് അവളുടെ റൂമിൽ കെട്ടിയിട്ട് അങ്ങനെ ഇത് സഹിക്കാൻ കഴിയാതെ അവളെന്താ ചെയ്യുന്നത് വെച്ചാൽ അവളുടെ അച്ഛൻ വെളിയിലേക്ക് പോകുന്ന ആ ഒരു ദിവസം നോക്കി കയ്യിലെ കെട്ടെല്ലാം അഴിച്ച് വീടിൻ്റെ വെളിയിലേക്ക് ഓടി രക്ഷപ്പെടാണ്. അതിനുശേഷമാണ് അവൾ ഒരുപാട് പഠിച്ച് അവസാനം ഇപ്പോൾ ഒരു പോലീസായിട്ട് മാറിയിട്ടുള്ളത്. അങ്ങനെ ഇതെല്ലാം ആലോചിച്ചിട്ട് നമ്മുടെ ഹീറോയിൻ വീണ്ടും കരയുന്നതും കുറച്ച് കഴിഞ്ഞിട്ട് അവൾ ആ ഒരു ചീഫിനെ വിളിച്ച് ഈ സ്റ്റേഷനിൽ നടന്ന എല്ലാ കാര്യങ്ങളും അവനോട് പറയും. അപ്പോൾ അവൻ പറയും നീ പേടിക്കണ്ട, ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ അവിടേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ കുറച്ച് നേരം ആ ഒരു റൂമിലിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ച് കട്ടിലിനടിയിൽ നിന്നൊരു പെട്ടി എടുത്തിട്ട് അതിനകത്ത് നിന്നൊരു വലിയ ഷോട്ട് ഗൺ ഇങ്ങനെ പുറത്തേക്ക് എടുക്കുകയാണ്. അതേസമയം സ്റ്റേഷനിൽ കാണിക്കുമ്പോഴത്തേക്ക് ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ അവൻ ഇരുന്നിങ്ങനെ പറയാണ് ഞാൻ എന്ത് തെറ്റാ ചെയ്തേ, എന്നെന്തിനാ വെറുതെ സ്റ്റേഷനിൽ പിടിച്ച് അടച്ചിട്ടേക്കുന്നേ എന്ന് പറഞ്ഞിട്ട് താഴെ നഖം കൊണ്ട് എന്തോ ഇങ്ങനെ വരയ്ക്കുന്നതും നഖം പെട്ടെന്ന് അങ്ങ് ഒടിഞ്ഞു പോകും. അപ്പോഴേക്കാണ് അടുത്തിരുന്ന ആ ഒരു സ്ട്രേഞ്ചർ പറയുന്നത് നീ എന്ത് തെറ്റ് ചെയ്തതെന്ന് നിനക്കറിയത്തില്ല, ശരി നിനക്ക് ഇപ്പോഴൊരു അവസരമുണ്ട് ചെയ്ത തെറ്റ് തിരുത്താനായിട്ടുള്ളത് എന്ന് പറയുന്നതും അപ്പോഴാണ് അവനൊരു കാര്യം ആലോചിച്ച് നോക്കുന്നത്. ഇവൻ കാറിൽ വരുമ്പോഴത്തേക്കും ഒരു പെൺകുട്ടിയെ ഇടിച്ച് തെറിപ്പിച്ചെന്ന് പറഞ്ഞിരുന്നല്ലോ. സത്യത്തിൽ ആ ഒരു പെണ്ണെ ഇടിച്ച് തെറിപ്പിച്ച സമയത്ത് ആ ഒരു പെണ്ണ് മരിച്ചിട്ടില്ലായിരുന്നു, റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു. അവളെ രക്ഷിക്കാനായിട്ട് ഇവനെ കൊണ്ട് കഴിയും, എന്നിരുന്നാലും ഇവൻ അത് ചെയ്യാതെ അവിടെ നിന്നും പെട്ടെന്ന് രക്ഷപ്പെട്ടു പോവാണ്. അങ്ങനെ ഈ ഒരു കാര്യം അവൻ ഈ ഒരു ചെറുപ്പക്കാരനോട് പറഞ്ഞിട്ട് നിനക്ക് ഇപ്പോഴും സമയമുണ്ട്, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ നിനക്ക് അവളെ രക്ഷിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ അവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇല്ലല്ല എന്നെ കൊണ്ട് കഴിയത്തില്ല, ഞാൻ അവിടേക്ക് ചെന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നമാവും എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ ഇങ്ങനെ നിൽക്കാണ്. അതേസമയം ഡോക്ടറിൻ്റെ വീട്ടിലേക്ക് പോയ ആ 2 പോലീസുകാർ തിരിച്ചു വന്നിട്ട് അകത്തേറി നോക്കുമ്പോഴത്തേക്കാണ് ഇതിനകത്ത് ഒരുത്തം മരിച്ചു കിടക്കുന്ന കണ്ടല്ലോ. അവനെ കാണുന്നതും ഹീറോയിനോട് ചോദിക്കും എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോൾ അവൾ പറയും എനിക്കറിയത്തില്ല, അവനായിട്ട് തന്നെയാണ് അവൻ്റെ തല സ്വയം
ആ ഒരു കമ്പിയിലേക്ക് ഇടിച്ച് ഇപ്പോൾ മരിച്ചത് എന്ന് പറയുന്നത്. ഇവർ രണ്ടുപേരും ആ ഒരു ഡോക്ടറിനെ പറ്റി അറിയാവുന്നത് കൊണ്ട് അയാളുടെ സെല്ലിനടുത്തേക്ക് ചെന്ന് അവനോട് സംസാരിക്കാനായിട്ട് വരുമ്പോൾ ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവൻ പെട്ടെന്ന് ഇവരെ വിളിച്ചിട്ട് ഹേയ്, എനിക്ക് നിങ്ങളോട് ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ പറയുന്നത് നിങ്ങളാരെങ്കിലും ഒന്ന് കേൾക്കുമെന്ന് ചോദിക്കുമ്പോൾ അവരത് വലിയ കാര്യമാക്കാതെ ആ ഡോക്ടറിനെ വിളിച്ചിട്ട് നേരെ മുകളിലത്തെ മുറിയിലേക്ക് പോവാണ് ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഒരു ഡോക്ടറിനെ വിളിച്ചിട്ട് നേരെ മുറിയിലേക്ക് കൊണ്ടുവന്ന് ഹേയ്, നിങ്ങൾ എന്താ ഒരു സൈക്കോ ആണോ, എന്തിനാ നിന്റെ ഫാമിലിയിലുള്ളവരെ തന്നെ നീ കൊല്ലുന്നേ ഇതെല്ലാം ചോദിക്കുമ്പോഴത്തേക്കാണ് അവൻ പറയുന്നത് പ്രധാനമായിട്ടും അവൻ്റെ മകനെ കൊന്നല്ലോ, തലയിൽ എന്തോ റിസർച്ച് എല്ലാം ചെയ്തിട്ട്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അവനൊരു ഡോക്ടർ ആയതുകൊണ്ട് ഒരുപാട് പേര് ചികിത്സയ്ക്ക് വന്ന് മരിക്കുകയെല്ലാം ചെയ്യുന്നു. അങ്ങനെ ആളുകൾ മരിക്കാതിരിക്കാൻ വേണ്ടി എന്തോ ഒരു കാര്യം അവൻ കണ്ടുപിടിച്ചെന്നും അതിന് വേണ്ടിയിട്ടുള്ള റിസർച്ചാണ് സ്വന്തം മകൻ്റെ ശരീരത്തിൽ അവൻ ചെയ്തതെന്നാണ് പറയുന്നത്. അതേസമയം ഈ ഒരു ലേഡി പോലീസുകാരി ഉണ്ടല്ലോ, അവരോടൊപ്പമുള്ള മറ്റൊരു പോലീസുകാരൻ അയാളെ നേരെ നമ്മുടെ സ്ട്രേഞ്ചറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവനോട് സംസാരിക്കാണ്ട് വരുമ്പോൾ സ്ട്രേഞ്ചർ പെടുന്ന അവൻ്റെ കയ്യിൽ പിടിക്കുന്നത്. ആ ഒരു പോലീസുകാരനും ആ ഒരു ലേഡിയും കൂടി ചേർന്ന് ഈ ഒരു സ്റ്റേഷനിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരനെ അടിച്ച് കൊന്ന് പറഞ്ഞല്ലോ, ആ ഒരു കാര്യം അയാളിപ്പോൾ കാണുകയാണ്. എന്നിട്ട് പെട്ടെന്ന് ഈ ഒരു സ്ട്രേഞ്ചർ ആ ഒരു പോലീസുകാരനെ കൺട്രോൾ ചെയ്യുന്നതും അവനിപ്പോൾ ഓടി മുകളിലേക്ക് ചെന്നിട്ട് ആ ഒരു ഡോക്ടർ ഉണ്ടല്ലോ സൈക്കോ, അവനെ പിടിച്ച് നല്ല രീതിയിൽ ഇടിക്കും, ഒരുപാട് ഇടിയടിക്കും. ഇടിച്ച് അവസാനം ആ ടേബിൾ മറിഞ്ഞ് വീഴുമ്പോഴത്തേക്ക് ആ ടേബിളിൻ്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം അവിടേക്ക് തല കൊണ്ടുവന്ന് ഇടിച്ച് ആ ഒരു സൈക്കോ ഡോക്ടറിനെ അവൻ കൊല്ലുകയാണ്. അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആയാലും ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ ഭ്രാന്ത് പിടിച്ചോ, നിങ്ങൾ എന്താ ചെയ്യുന്നതെല്ലാം ചോദിക്കുമ്പോൾ അവർ പറയും എന്താ ഞങ്ങൾ ഈ ദേശസ്നേഹിയെ വല്ലതാണോ കൊന്നത്, അതോ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, സ്വന്തം കുടുംബത്തെ കൊന്ന ഒരുത്തിനാണ് നമ്മൾ കൊന്നിട്ടുള്ളത്, അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. അതുപോലെ ആ ഒരു ഡോക്ടറിൻ്റെ ദേഹത്ത് മുറിവെല്ലാം ഉള്ളത് കൊണ്ട് നീയും എന്തായാലും പെടും, അതുകൊണ്ട് മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങളോടൊപ്പം നിൽക്കുന്നതായിരിക്കും നിനക്ക് നല്ലത്. അതുകൊണ്ട് നമ്മുടെ ഹീറോയിന് ഇപ്പോൾ വേറെ വഴിയില്ലാതെ അവരോടൊപ്പം ചേരുകയാണ്. അത് കഴിഞ്ഞ് നേരെ ആ ഒരു ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവൻ എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട്. നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് നടന്ന കാര്യങ്ങളെല്ലാം അവൻ ഇപ്പോൾ ഹീറോയിനോട് പറയുന്നത്. എന്നിട്ട് അവൻ പറയും ആ ഒരു പെണ്ണ് ഇപ്പോഴും ജീവനുണ്ട്, ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ എനിക്ക് അവളെ രക്ഷിക്കാൻ കഴിയുമെന്ന് ഇങ്ങനെ പറയുന്നതും ആ ഒരു സ്ട്രേഞ്ചർ പെട്ടെന്ന് അവനെ നോക്കിയിട്ട് പറയും അനിയാ, നിന്റെ സമയം കഴിഞ്ഞുപോയി, ആ ഒരു പെൺകുട്ടി മരിച്ചു. അപ്പോഴേക്കും ഹീറോയിൻ അവൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ഹേയ് നീ ആരാ, കുറേ നേരമായല്ലോ, ഇനി ഒരു നിർത്താമെന്ന് പറയുന്നതും അവൻ പെട്ടെന്ന് പറയും അപ്പോൾ ഞാൻ ആരാണെന്ന് നിനക്കറിയത്തില്ല എന്നിങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കാണ് ഇപ്പോഴാണ് നമ്മുടെ ഹീറോയിൻ ഓർമ്മ വരുന്നത്. കുട്ടിയായിരിക്കുന്ന നമ്മുടെ ഹീറോയിൻ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അവളുടെ ജനാല തുറന്ന് വെളിയിലേക്ക് നോക്കുമ്പോഴത്തേക്കും സത്യത്തിൽ അവിടെ താഴെ നിന്നിരുന്നത് ഈ ഒരു സ്ട്രേഞ്ചർ ആയിരുന്നു. അതേപോലെ തന്നെ അവളുടെ അച്ഛനോട് അവൾ എന്ത് തെറ്റാ ചെയ്തേ എന്ന് ചോദിച്ച് അവനെ കൺട്രോൾ ചെയ്ത് ആ ഒരു അച്ഛൻ്റെ കഥ അവിടെ വെച്ച് തീർത്തതും ഈ ഒരു സ്ട്രേഞ്ചർ തന്നെയായിരുന്നു. അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിൻ അവിടെ നിന്ന് ആലോചിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു സ്ട്രേഞ്ചർ പറയുന്നത് ഇപ്പോൾ നീ കുറച്ച് അപകടത്തിലാണ്, കാരണം നിന്നെ കൊല്ലാൻ വേണ്ടി മുകളിലത്തെ ആ രണ്ടുപേര് അവർ പ്ലാൻ ചെയ്യാണ്, അതുകൊണ്ട് നീ കുറച്ച് സേഫ് ആയിട്ടിരിക്കണമെന്ന് പറയുന്നതും ഹീറോയിൻ അതൊന്നും വലിയ കാര്യമാക്കാതെ പതിയെ മുകളിലേക്ക് നടന്ന് ചെല്ലുമ്പോൾ ഇവർ രണ്ടുപേരും രണ്ട് പോലീസുകാരുണ്ടല്ലോ അവർ രണ്ടുപേരും എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവൾ അടുത്തേക്ക് ചെന്നിട്ട് എന്താണെന്ന് കേൾക്കുമ്പോഴത്തേക്കാണ് ഇപ്പോൾ നമ്മൾ ഇവരെ കൊന്ന ആ ഒരു കാര്യം കണ്ട ഒരേ ഒരു സാക്ഷി അത് അവൾ മാത്രമാണ്, അതുകൊണ്ട് അവളെ എങ്ങനെ കൊല്ലാന്ന് ഇവരും ഇങ്ങനെ പ്ലാൻ ചെയ്തു. അതേസമയം നമ്മുടെ ഹീറോയിനെ ആ ഒരു ചീഫ് വിളിക്കുന്നതും പെട്ടെന്ന് അവൾ ഫോൺ എടുത്തിട്ട് അത് കട്ട് ചെയ്യാതെ ഓ അങ്ങനെയാണല്ലേ എന്നെല്ലാം പറഞ്ഞ് ഫോണും കട്ട് ചെയ്യാതെ നേരെ ഇവരുടെ മുന്നിലേക്ക് വരുന്നതും ഇവർ രണ്ടുപേരും പറയുന്ന കാര്യങ്ങൾ ആ ഒരു ചീഫും കേട്ടു. എന്നിട്ട് ഇവർ പറയും ഓ അയാളിപ്പോൾ ഞങ്ങളെന്താ ചെയ്യാൻ പോകുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് പെട്ടെന്ന് നമ്മുടെ ഹീറോയിനെ കൊല്ലാനായിട്ട് അവളുടെ കഴുത്തിലേക്ക് ഇങ്ങനെ പിടിക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ റേച്ചലിൻ്റെ കയ്യിലിരിക്കുന്ന സ്പ്രേ എടുത്തിട്ട് പോലീസുകാരൻ്റെ കണ്ണിലേക്ക് അടിച്ച് ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുമ്പോൾ ആ ഒരു പെണ്ണ് പോലീസ് വന്നിട്ട് അവളെ വീണ്ടും പിടിക്കുകയാണ്. അപ്പോഴേക്കും ആ ഒരു പോലീസുകാരൻ വന്നിട്ട് റേച്ചലിനെ പിന്നെയും പിടിച്ചു. എന്നിട്ട് പറയും ഇനി എന്തായാലും നീ രക്ഷപ്പെടാൻ പോകുന്നില്ല, നിന്നെ കൊല്ലാൻ പോവാണെന്ന് പറയുന്നതും കറക്റ്റ് സമയത്ത് അവിടേക്ക് ആ ഒരു ചീഫ് ഉണ്ടല്ലോ അയാള് തലയിൽ എന്തൊക്കെയോ ചുറ്റി വരിഞ്ഞ് ആ ഒരു ഷോട്ട് ഗണ്ണും വെച്ച് അകത്തേക്ക് കയറി വന്നിട്ടാണ് ഓ അപ്പോൾ എന്നെയാണോ നിങ്ങൾ നിസ്സാരമായിട്ട് കണ്ടത് എന്നും പറഞ്ഞിട്ട് ആ ഒരു പോലീസുകാരൻ്റെ കഴുത്തിലേക്ക് ഷൂട്ട് ചെയ്യും. അത് കാണുന്നത് മറ്റേ പോലീസുകാരി പേടിച്ചോടുന്നതും നേരെ അടുത്തേക്ക് വന്നിട്ട് അവൻ്റെ തലയിൽ ഷൂട്ട് ചെയ്യാതെ കറക്റ്റ് താഴേക്ക് വെച്ചിട്ട് ഷൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിട്ടാണ് പെട്ടെന്ന് ആ ഒരു ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള പോലീസുകാരിയെ നോക്കിയിട്ട് ഹേയ് നീ ഇപ്പോൾ എവിടെ ഉള്ളത്, നിന്റെ ബോയ് ഫ്രണ്ട് എന്തായാലും മരിച്ചു, അടുത്തത് നീയാണ്, പെട്ടെന്ന് വാന്നെല്ലാം പറയുമ്പോഴത്തേക്കും അവൾ പെട്ടെന്ന് ഒരിടത്ത് ഒളിച്ചിരുന്ന് അവൻ്റെ കാലിലേക്ക് ഒരു ഒറ്റ വിട്ട് എന്നിട്ട് അവളോടി ഒരു മുറിക്കകത്തേക്ക് കയറി ഡോർ അടയ്ക്കുന്നതും അതിനകത്തേക്ക് നമ്മുടെ ഹീറോയിനും ഓടി ഒളിക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും അകത്ത് നിൽക്കുന്നതും അവനാണെങ്കിൽ ഇപ്പോഴും വെറുതെ ഇരിക്കോ ഈ ഒരു ഡോർ തുറക്കാൻ വേണ്ടി ഒരു ഇരുമ്പ് ടൂൾ വെച്ചിട്ട് അങ്ങനെ ഈ ഒരു ഡോറിലേക്ക് കൊണ്ടിരിക്കും. അതേസമയം നമ്മുടെ ഹീറോയിനാണെങ്കിലോ വേറെ ഏതെങ്കിലും പോലീസിനെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട് കോൾ ചെയ്ത് നോക്കുമ്പോഴത്തേക്കും കോൾ പോകുന്നതുമില്ല. അതേസമയം സൈക്കോ ചീഫ് ആണെങ്കിലോ പെട്ടെന്ന് ആ ഒരു ഡോർ ഇടിച്ച് തുറന്ന് അകത്തേക്ക് വന്ന ആ ഒരു പോലീസുകാരുടെ തോളിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. എന്നിരുന്നാലും ഇവർ രണ്ടുപേരും അവരെ എങ്ങനെയെങ്കിലും തള്ളിക്കളഞ്ഞ് ഈ താഴെ ആ ഒരു കുറ്റവാളികളെല്ലാം അടച്ചു വെച്ചിരിക്കുന്ന സെല്ലുണ്ടല്ലോ ആ ഒരു ഭാഗത്തേക്ക് വന്ന് സേഫ് അടിങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ സൈക്കോ ചീഫാണെങ്കിലും ആ ഒരു ഡോറും ഇടിച്ച് തുറക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കഴിയുന്നില്ല. അപ്പോഴേക്കും പറയും ദേ വരുന്നെന്ന് പറഞ്ഞിട്ട് അയാൾ നേരെ മുകളിലേക്ക് പോകുന്നതും നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ നേരെ ആ ഒരു സ്ട്രേഞ്ചറിൻ്റെ അടുത്തേക്ക് വന്നിട്ടാണ് പറയുന്നത് ഇതിനെല്ലാം കാരണം നീയാണ്, നിന്നെ കൊണ്ട് മാത്രമേ ഇനി ഇതെല്ലാം അവസാനിപ്പിക്കാൻ കഴിയൂ എന്ന് പറയുമ്പോഴത്തേക്ക് അവൻ പറയും
എന്നെ കൊണ്ട് എന്ത് ഹെൽപ്പ് ചെയ്യാൻ കഴിയും? എല്ലാം വിധി പ്രകാരമാണ് ഇപ്പോൾ നടക്കുന്നത്. അതുമല്ല, നിങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ദൈവത്തിലും വലിയ വിശ്വാസമൊന്നുമില്ല. ചെയ്ത തെറ്റിന് പോലും നിങ്ങൾ പശ്ചാത്തപിക്കില്ല. ഒരു ദിവസം ഞാനും എൻ്റെ സുഹൃത്തും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്ത് പറഞ്ഞിരുന്നു, മനുഷ്യരുടെ തുടക്കം മുതൽ തന്നെ അവർ തെറ്റുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാനാണെങ്കിലോ അത് തെറ്റാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് എനിക്കിപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് പോലും പോകാൻ കഴിയുന്നില്ല. അപ്പോഴേക്കും ഹീറോയിൻ ആണെങ്കിലും ഇവനോട് ഇനി സംസാരിച്ചിട്ട് കാര്യമില്ല, ഇവൻ എന്തൊക്കെയോ പറയുന്നു. സ്വയം രക്ഷപ്പെടാനായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യാമെന്ന് പറഞ്ഞ് അവിടെയിലേക്ക് നോക്കുമ്പോഴത്തേക്കും വീടിയിൽ നമ്മുടെ സൈക്കോ ചീഫിനെ കാണിക്കുമ്പോൾ അവനിപ്പോൾ ഈ ഒരു സ്റ്റേഷൻ മുഴുവനായിട്ടും തീയിട്ട് നശിപ്പിക്കാൻ വേണ്ടി പെട്രോൾ എല്ലാം വെളിയിലേക്ക് ഇങ്ങനെ ഒഴിക്കുകയാണ്. എന്നിട്ട് പെട്ടെന്ന് തീ ഇട്ട് കൊടുക്കുന്നതും ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ, അവനാണെങ്കിലും ഇപ്പോൾ എന്നെ രക്ഷപ്പെടുത്ത് എന്നെല്ലാം പറഞ്ഞിട്ട് കിടന്ന് കരയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഹീറോയിൻ ഇപ്പോൾ ഒരാളുടെ സഹായം ഇല്ലാതെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹീറോയിൻ ആണെങ്കിലും ഇവൻ്റെ അടുത്തേക്ക് വന്ന് പ്ലീസ് എങ്ങനെയെങ്കിലും ഞങ്ങളെ സഹായിക്കുമെന്ന് പറയുമ്പോൾ അവൻ പറയും, ഏയ് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല, കാരണം വിധി പ്രകാരമാണ് ഇപ്പോൾ എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നീയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് പോകാനായിട്ട് പറയുമ്പോൾ ഹീറോയിൻ അത് ചെയ്യത്തില്ല. ഹീറോയിൻ പറയും പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ ഒരിക്കലും അതില്ല, അല്ലാന്നുണ്ടെങ്കിൽ നീ ശരിയെന്ന് പറ, അങ്ങനെയാണെങ്കിൽ ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ അവസാനിപ്പിക്കാം എന്ന് പറയുന്നതും ഹീറോയിൻ പറയും ഒരിക്കലുമില്ല, എനിക്ക് എല്ലാവരെയും രക്ഷിക്കണമെന്ന് പറഞ്ഞിട്ട് ആ ഒരു ചെറുപ്പക്കാരനുണ്ടല്ലോ അവനെ എങ്ങനെ തുറന്നു വിടും. എന്നിട്ട് ഈ ഒരു സ്ട്രേഞ്ചറിനെ തുറന്നു വിടുമ്പോഴത്തേക്കും അയാളാണെങ്കിൽ സെല്ലിൽ നിന്ന് ഇറങ്ങാതെ നേരെ അതിനകത്തേക്ക് പോയിരിക്കുകയാണ്. അപ്പോഴേക്കും ഹീറോയിൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഈ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ, അത് ഈ സെല്ലിലുള്ള കുറ്റവാളികളുടെ തുണിയും പുതപ്പും എല്ലാം എടുത്ത് അതിനിങ്ങനെ മുക്കി ഇവരുടെ ദേഹത്തേക്ക് ഇട്ടിട്ട് ഓരോരുത്തരായിട്ട് വെളിയിലേക്ക് രക്ഷപ്പെട്ട് പോകാമെന്ന് പറഞ്ഞ് എല്ലാവരും വെളിയിലേക്ക് ഇറങ്ങുന്ന സമയത്താണ് വെളിയിൽ നമ്മുടെ സൈക്കോ ചീഫ് നിൽക്കല്ലേ, അവനിപ്പോൾ ഓരോരുത്തരായിട്ട് ഷൂട്ട് ചെയ്യാൻ തുടങ്ങും. അപ്പോഴേക്കും അവർ ചെറുപ്പക്കാരനാണെങ്കിൽ ഇതൊന്ന് ഒഴിഞ്ഞു മാറിയിട്ട് അടുത്തുള്ള ആ ഒരു ജനാല ഇടിച്ച് ഇങ്ങനെ പൊട്ടിക്കുന്നതും ഓക്കെ അതിലൂടെ രക്ഷപ്പെടാമെന്ന് പറഞ്ഞ് ആ ഒരു പോലീസുകാരി ഉണ്ടല്ലോ, അവളാണെങ്കിൽ ഓടി വന്നിട്ട് ആ ഒരു ചെയറിൽ ചവിട്ടി ജനാല വഴി പുറത്തേക്ക് ചാടാനായിട്ട് നിൽക്കുമ്പോൾ ആ ഒരു ചെയർ സ്ലിപ്പായിട്ട് അവളുടെ കഴുത്താണെങ്കിൽ കണ്ണാടി പീസിലേക്ക് ഇറങ്ങി ആ ഒരു പോലീസുകാരി അവിടെ വെച്ച് തന്നെ മരിക്കുകയാണ്. അപ്പോഴേക്കും സൈക്കോ ചീഫ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു പെണ്ണിൻ്റെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കഴുത്തിൽ ആ ഒരു തോക്ക് വെച്ച് വീണ്ടും താഴേക്ക് പ്രസ് ചെയ്ത് അവളെ കൊടൂരായിട്ട് കൊല്ലുകയാണ്. അത് കഴിഞ്ഞ് ആ ഒരു ചെറുപ്പക്കാരനെ കാണുന്നതും ആഹാ നിന്നെ കിട്ടി ദാ വരുന്നു എന്ന് പറഞ്ഞ് അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതും ഈ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയിൻ രക്ഷപ്പെട്ട് പോകാനായിട്ട് ശ്രമിക്കുമ്പോൾ സൈക്കോ അതും കണ്ടിട്ട് അവളുടെ തോളിലേക്ക് ഷൂട്ട് ചെയ്ത് കൊടുക്കും. അതേസമയം ആ ഒരു ചെറുപ്പക്കാരൻ എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഈ ഷൂ എല്ലാം പോളിഷ് ചെയ്യുന്നൊരു മെഷീൻ ഉണ്ട്, അതിനടുത്തേക്ക് അവൻ്റെ മുഖം കൊണ്ടുവച്ചിട്ട് മുഖം ഇങ്ങനെ ഉരച്ച് അവസാനം അവൻ്റെ തലയിലേക്ക് ആ ഒരു ഷോട്ട് ഗൺ വെച്ച് ഷൂട്ട് ചെയ്ത് അവനെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് നമ്മുടെ ഹീറോയിൻ മാത്രമാണ്. അപ്പോൾ ഹീറോയിനെ കൊല്ലാനായിട്ട് അവൻ അങ്ങനെ ആ ഒരു ഷോട്ട് ഗൺ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് വരുന്നതും ഹീറോയിൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവിടെയുള്ള ഒരു പെട്രോൾ ക്യാൻ ഉണ്ട്, അതെടുത്ത് അവൻ്റെ നേരേക്ക് ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. ഇവനാണെങ്കിൽ അറിയാതെ അതിൽ ഷൂട്ട് ചെയ്യുന്നതും പെട്ടെന്ന് അത് പൊട്ടിത്തെറിച്ച് ഇവൻ്റെ ദേഹം മുഴുവൻ കത്തിപ്പിടിക്കുന്നു. എന്നിട്ട് ഇവ താഴെ വീഴുമ്പോഴത്തേക്കും ഈ ഡോറെല്ലാം തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഇരുമ്പ് റാഡുണ്ടല്ലോ, അത് നമ്മുടെ ഹീറോയിൻ എടുത്തുകൊണ്ട് വന്ന് അവൻ്റെ മുഖത്തേക്ക് ഇടിച്ച് ആ ഒരു സൈക്കോയെ അവിടെ വെച്ച് കൊല്ലുകയാണ്. അങ്ങനെ ഹീറോയിൻ ഒരു വിധത്തിൽ രക്ഷപ്പെട്ട് വെളിയിലേക്ക് ഇറങ്ങി വരുന്നതും ആ ഒരു സ്ട്രേഞ്ചർ ഉണ്ടല്ലോ അയാളും പതിയെ വെളിയിലേക്ക് ഇറങ്ങി വരികയാണ്. അതുപോലെ അവൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു ഡയറി ആണെങ്കിൽ തീ പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് അത് വെച്ച് അവൻ സിഗരറ്റ് വലിക്കുന്നു. പക്ഷെ ആ ഒരു ഡയറിക്കൊന്നും സംഭവിക്കുന്നില്ല. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവൻ എന്തിനാണ് ഈ ഭൂമിയിലേക്ക് വന്നതെന്ന്. സത്യത്തിൽ ഇവനൊരു മനുഷ്യനെയല്ല, നരകത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വന്നതാണ്. തെറ്റ് ചെയ്യുന്ന എല്ലാവരുടെയും ശരീരം ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ അവൻ കൊണ്ടുപോയ ആളുകളുടെ പേരാണ് ആ ഒരു ഡയറിയിലുള്ളത്. അതുമല്ല അവൻ്റെ യഥാർത്ഥ രൂപം എങ്ങനെയാണെന്നും ആ ഒരു ഡയറിയിൽ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ ഹീറോയിൻ അടുത്തേക്ക് വന്നിട്ട് ഈ ലോകത്തുള്ള ഒരുപാട് പേരും തെറ്റുകൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവരെല്ലാവരും തേടി പിടിച്ച് ഞാൻ കൊല്ലാൻ പോവാണ്. പക്ഷെ അത് എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് കഴിയത്തില്ല, അതിന് എനിക്ക് നിന്റെ സഹായം വേണം. കാരണം കുട്ടിക്കാലത്ത് നീ ഒരുപാട് വേദനകൾ അനുഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആര് തെറ്റ് ചെയ്താലും അവരെല്ലാവരും ഞാൻ നിന്റെ മുന്നിലേക്ക് കൊണ്ടുവരും. നിനക്ക് അവരെ എങ്ങനെ കൊല്ലാൻ കഴിയോ അതുപോലെ തന്നെ നീ കൊല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനെ അങ്ങനെ കിസ് ചെയ്യാണ്. അത് കഴിഞ്ഞ് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേർന്ന് അവിടെ നിന്ന് പോകുന്നതും ഈ ഒരു മൂവിയും ഇവിടെ വെച്ച് അവസാനിക്കുന്നു. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മൂവിയായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു മൂവിയായിട്ട് വരുന്നത് വരയ്ക്കും ബൈ.